ജീവിതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച നേതാക്കന്മാരെ പൊതുമധ്യത്തിൽ അപമാനിക്കാനും അധിക്ഷേപിക്കാനും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി അത് കോൺഗ്രസ് സംസ്കാരത്തിന് ഒരിക്കലും യോജിച്ചതല്ല. നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കടുത്ത വേദനയും അമർഷവും എല്ലാ ഇടങ്ങളിലുമുണ്ട്. ബഹുമാന്യനായ ശ്രീ കെ സി വേണുഗോപാലും പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശനും പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയും പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫും ഒക്കെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാരാണ്. അവരുടെ യോജിച്ചുള്ളതായിരിക്കുന്ന പ്രയാണം സാധ്യമാക്കാനുള്ള നടപടികളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ തലങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പദം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. പക്ഷേ സാമൂഹ്യ മാധ്യമത്തിലും പൊതുസമൂഹത്തിലും പരിധി വിട്ട് കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും ജനാധിപത്യ സമൂഹത്തിനും വേദനയുണ്ടാക്കുന്ന രീതിയിൽ പോകുന്നത് ഒരിക്കലും അനുചിതമല്ല. അത് കയറി വന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകന് ചെയ്യാൻ സാധിക്കാത്തതായ തലത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടക്കം ഫ്ലക്സ് മോശമായ രീതിയിൽ വികൃതമാക്കുന്ന പ്രവർത്തനമടക്കമുണ്ടായത് ഏറെ സങ്കടകരമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഈ നേതാക്കന്മാരുടെ എല്ലാവരുടെയും വലിയ പങ്കാളിത്തവും വലിയ നേതൃത്വവും ഉണ്ടായിട്ടുണ്ട്. ഒറ്റതിരിഞ്ഞും പരസ്പരമുള്ളതായ ഈ ഇകഴ്ത്തലും അക്രമവും അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഈ കാര്യം പറഞ്ഞതിന് ശേഷവും ഇത് തുടരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാവരും പറഞ്ഞു, പാർട്ടി പറഞ്ഞു. തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകന്മാർ സംയമനത്തോടുകൂടി ഈ പ്രശ്നം അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ക്രമീകരണം ഹൈക്കമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം അക്രമത്തിൻ്റെ മാർഗത്തിലേക്കും ഇത്തരം അധിക്ഷേപിക്കുന്ന തലത്തിലേക്കുള്ള പ്രയാണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് സംസ്കാരത്തിന് വിയോജിച്ചതായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി വീക്ഷിക്കേണ്ടതുണ്ട്. അല്ല, ഞാനിതിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലും അതുപോലെ ചില ഇടങ്ങളിലും ഉണ്ടായിട്ടുള്ള അന്തരീക്ഷം, സംഘർഷം, പ്രശ്നങ്ങൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അത് കോൺഗ്രസിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതായിരിക്കുന്ന ഒരു പ്രവർത്തന രീതി അല്ലാതെയായി. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിനുള്ളതായിരിക്കുന്ന ശാശ്വതമായിട്ടുള്ള നല്ല രീതിയിൽ പോകാനുള്ളതായ സമീപനവും ഏകോപനവും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടക്കം ഫ്ലക്സുകൾ വെക്കലും ഫ്ലക്സുകൾ നശിപ്പിക്കലുമല്ല ഒരാളെയും തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം. അവിടെ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വേദനാജനകമാണ്. 24 മണിക്കൂറിനകം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള PC വിഷ്ണുനാഥാണ്. താങ്കൾ ഇന്നലെ പറഞ്ഞു അങ്ങനെ ഒരു പ്രസ്താവന കോൺഗ്രസിന്റെ നേതാക്കൾ ആരും നടത്തിയിട്ടില്ല എന്ന്. കള്ളമല്ലേ അത്? അല്ല, അതല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ സന്ദർഭത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അല്ല, 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വരാൻ തന്നെ സമയമെടുത്തല്ലോ. അല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനോടാണ് പറഞ്ഞത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധി എന്നെ അതിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനതിൽ പ്രത്യേകം പറയേണ്ടതില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. പരിധി വിട്ടു പോകുന്നതായ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുക.
പൊതുസമൂഹത്തെ നിരാശയിലേക്ക് എത്തുന്നതായ നടപടികളിൽ നിന്ന് എല്ലാ മേഖലകളിലുള്ള ആളുകളും പുറകോട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലക്സ് വെക്കലും ഫ്ലക്സ് കീറലുമല്ല മാനദണ്ഡം. ഇതാണിപ്പോൾ CPM-ഉം അതുപോലെ തന്നെ BJP-യും പറയുന്നത്. ഇതല്ലേ ഞങ്ങൾ അന്ന് പറഞ്ഞത്, ഇതിലേക്ക് എത്തിയില്ലേ കാര്യം? കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതോടുകൂടി ഏറ്റവും ശുഭകരമായ അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം വരും, കോൺഗ്രസ് രാഷ്ട്രീയം വരും. ഈ പോക്കാണെങ്കിൽ കല്ലറയിൽ വരെ കയറുകയാണ്. ഒരിക്കലുമില്ല, അങ്ങനെ ഇത്ര കാര്യമില്ല. ഓക്കെ, എന്നാ ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.